എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിക്കിം മേഘാലയ യാത്രയിൽ നമ്മളിപ്പം വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഇന്ത്യ നേപ്പാൾ ബോർഡറിന്റെ അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമായ സിമാനയിലാണ് സ്റ്റേ ചെയ്തത്. ഡാർജിലിംഗിലേക്കുള്ള വഴി ഭയങ്കര ചെറുതായതുകൊണ്ട് ഇന്നലെ ഫുള്ള് വഴി ബ്ലോക്കായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ സിമാനയിൽ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാവിലെ ഡാർജിലിംഗിന് പോകുന്നത്. ഇവിടെ ഇപ്പം ടെമ്പറേച്ചർ രാവിലെ 16 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. നല്ല കോടമഞ്ഞ. ഇന്നലെ നമ്മൾ വരുമ്പോഴും കോടമഞ്ഞായിരുന്നു. കോടമഞ്ഞായോണ്ടേ നമുക്ക് അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇതിന് വേറൊരു വൈബാ. അതെ, ഫുൾ ടൈം കോടമഞ്ഞാണ്. അത് തന്നെയല്ലേ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ സമ്മർ സീസണാ. ആ സമയത്ത് ഈ തണുപ്പ് അല്ല, അത് ഈ പ്രാവശ്യം ഇങ്ങനെ ഈ സമയത്ത് മഴയൊന്നും ഉള്ളതല്ലെന്ന് പറഞ്ഞു എല്ലാ വർഷവും. ഈ വർഷം നേരത്തെ തന്നെ മഴയും കൊടയൊക്കെ ആയി. അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും ഈ സമയത്ത്. ഇത് ചെറിയൊരു ടൗണാണ്, കൺജസ്റ്റഡ് ഏരിയ എവിടെയല്ല. നമ്മൾ രാവിലെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞ് വരുവാണെങ്കിൽ ടൂറിസ്റ്റ് സെന്ററുകളെല്ലാം വന്ന് ബ്ലോക്ക് ആയാല്. ഇവിടെ ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ടല്ലോ, അവിടെ എല്ലാം ഇതേപോലെ വീതി വളരെ കുറവാണ്. കുഞ്ഞു വഴികളാണ് എല്ലായിടത്തും. ചിലപ്പോൾ വണ്ടിയൊക്കെ നിർത്തി ഒതുക്കിയിട്ടിട്ടും ഉണ്ടായിരിക്കും. സുഖിയാന്ന് ഈ സ്ഥലപ്പേര്, ഈ ഗ്രാമത്തിന്റെ പേര്. ഇവിടെ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രിപ്പ് വെക്കാൻ ഈ ടാറ്റാ സുമോയാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ള. ടാറ്റാ സുമയും മഹേന്ദ്രയുടെ പിക്കപ്പും ഇതെല്ലാം ടാക്സി കൊടുക്കുന്ന വണ്ടികളാണ്, ട്രിപ്പ് വെക്കുന്ന വണ്ടികളും. ഒമിനിയുണ്ട് ഇഷ്ടം പോലെ. ഡാർജിലിംഗ് 20 കിലോമീറ്റർ, ടീസ്ത 40 കിലോമീറ്റർ, കലിംപോങ് 57, കുർസോങ് സിലിഗുരി 82 കിലോമീറ്റർ ഉണ്ട്. ഇങ്ങനെ ഉള്ളിടത്ത് ഇതുപോലെ വണ്ടി നിർത്തിയിട്ടേക്കും. അതാ ഏറ്റവും ബ്ലോക്ക് ഉണ്ടാകാൻ ഒരു കാരണം, ഈ ഇടയില്ലാത്ത സ്ഥലത്ത്. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, വേറൊരിടത്തും വണ്ടി നിർത്താൻ ഇടയില്ല. ടൗണിൽ അത്ര ഏരിയ ഉള്ളൂ. ഇനിയിപ്പോ നമ്മള് ദൂരെ കൊണ്ടേ വണ്ടി മാറ്റിയിടാനാണെങ്കിൽ കുറെ അപ്പുറത്ത് മാറ്റിയിട്ടാണ്, എന്നാലും ഇടയില്ല. ഇവിടെയാണ് പൈൻ വ്യൂ ഫോറസ്റ്റ് കേട്ടോ. അവിടെ അപ്പുറത്ത് ബോർഡർ ഉണ്ടായിരുന്നു, പക്ഷെ കാണുന്നില്ല. ഇത് വൈൽഡ് ആനിമൽ ക്രോസിംഗ് സോൺ. അതെ, ഇന്നലെ നമ്മളവിടെ കിടന്നിടത്ത് ആ സാറ് പറഞ്ഞായിരുന്നേ, ഇവിടെ കരിമ്പുലിയുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് 8 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങിയേക്കല്ലെന്നാ പറഞ്ഞത്. രാത്രി കരടിയൊക്കെ വരും എന്ന് പറഞ്ഞത്. പുത്തേ ട്രാവൽ വ്ലോഗിന്റെ സിക്കിം മേഘാലയ യാത്രയിലെ ഡാർജിലിംഗിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നും കാണത്തില്ല, അതുപോലത്തെ മഞ്ഞ. ആൾക്കാരൊക്കെ നടന്നു വരുന്ന തൊട്ടടുത്ത് വരുമ്പോഴേ കാണത്തുള്ളൂ. അത്ര കട്ടി മഞ്ഞ. ഇവിടെ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ഇഷ്ടം പോലെ വ്യൂ പോയിന്റുകളുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഈ കോടമഞ്ഞുള്ളതുകൊണ്ട് ഇപ്പൊ കാണാൻ പറ്റില്ല. ഇതൊരു വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു. വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. വ്യൂ പോയിന്റ് പക്ഷെ ഒന്നും കാണാനില്ല. എങ്ങോട്ട് നോക്കിയാലും ഈ കോടമഞ്ഞ് മാത്രം. ഇവിടെ ആയിരിക്കും മിക്കവാറും. അപ്പുറത്ത് കണ്ട പൈൻ ഫോറസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ ആയിരിക്കും. അതെ, ഇതിലെ അകത്തേക്ക് ആൾക്കാർ കയറി പോകുന്നത്. അതിനകത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം, ഈ പന്മരത്തിനകത്ത് നിന്ന്. ഡാർജിലിംഗിലേക്ക് വരാൻ സിലിഗുരി വന്നിട്ട് സിലിഗുരിയിൽ നിന്ന് ഏകദേശം ഒരു 60-65 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടുന്ന് സിലിഗുരിയിൽ നിന്ന് ഷെയർ ടാക്സികൾ കിട്ടും, ഇല്ലെങ്കിൽ ടാക്സി കിട്ടും. പിന്നെ ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ മിനി ബസ് ഉണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയും കൊണ്ടും വരാം. നമ്മുടെ വണ്ടിയും കൊണ്ട് വരാൻ ചെറുവണ്ടികളെ പറ്റത്തുള്ളൂ. കാറൊക്കെ കൊണ്ടുവരാം. വലിയ വണ്ടികൾ കൊണ്ട് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പം വണ്ടി കൊണ്ട് വന്നിട്ട് ഈ ഡാർജിലിംഗിന് ഒരു 10 കിലോമീറ്റർ പുറകിൽ ഒരിടത്ത് വണ്ടി ഒതുക്കി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വേറെ ടാക്സി വിളിച്ചാൽ ടൗണിലേക്ക് പോയത്. പിന്നെ നമ്മൾ വന്ന സമയത്ത് ഒരുപാട് തിരക്കുള്ള സമയമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര തിരക്കും ട്രാഫിക്കും ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിങ്ങളുടെ ട്രെയിനും ഉണ്ട്. ട്രെയിന് ഒരു ദിവസം ഓരോ ട്രിപ്പേ ഉള്ളൂ. രാവിലെ ഒരു ട്രെയിൻ അങ്ങോട്ട് വരും, തിരിച്ചിങ്ങോട്ടും വരും. അപ്പം അതിന് വന്നാൽ ഒരു 6-7 മണിക്കൂർ എടുക്കും. പതുക്കെ ട്രെയിൻ വരുള്ളൂ. സുമോ ട്രിപ്പ് വണ്ടിക്ക് വന്നാൽ ഒരു 2.5-3 മണിക്കൂർ കൊണ്ട് എത്താം. അതൊരു മൊണാസ്ട്രിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. അത് നേപ്പാളിലെ കോശി പ്രൊവിൻഷ്യയിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന കോശി പ്രൊവിൻഷ്യ വഴിയാണ്. അപ്പം കോശി പ്രൊവിൻഷ്യയിലും ഇന്ത്യയിലെ സിക്കിമിൻ്റെ ഭാഗത്തുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പർവ്വതമാണ്. നമുക്ക് ഡാർജിലിംഗ് എത്തുന്നതിന് മുമ്പ് എവിടെയെങ്കിലും വീതിയുള്ള സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യണം. അങ്ങോട്ട് കയറിപ്പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡാർജിലിംഗേക്ക് വലിയ വണ്ടി പോകാൻ പാടാം. ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്താണ് നമ്മൾ. ഇന്ന് നമുക്ക് മില്ലറ്റ് ദോശയും ചട്നിയും. ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എണ്ണയൊക്കെ ഉറങ്ങിപ്പോയായിരുന്നു, അതുകൊണ്ട് ഉരുകാൻ വെച്ചതാണ്. ഇപ്പോൾ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. ദോശയും ഓംലെറ്റും അല്ല, ബുൾസയും ചമ്മന്തി. ചമ്മന്തിയും. അതന്നെ മറ്റേ മായാവിയുടെ കൊമ്പ് പോലെ ഉണ്ടല്ലോ ബുൾസൈ. അതിനാണ് ഇരിക്കുന്നത്. അതൊരു വെറൈറ്റിയാ. അപ്പം വണ്ടി ആക്കിയാലും ഇവിടെ കുറച്ച് ഒതുക്കാൻ സ്ഥലം കിട്ടി. അവിടെ നല്ലപോലെ ഒതുക്കിയിട്ടു, എല്ലാം ലോക്ക് ചെയ്തു. ഇനിയിപ്പം ഡാർജിലിംഗ് ഇറങ്ങിയിട്ട് വരാം. സമയന്നേ തിരിഞ്ഞു പോയി വാച്ച്.
10:30 അല്ലേ? ഒരു വണ്ടി നിർത്തി, പക്ഷേ അതേലും ആളുണ്ട്, എല്ലാവർക്കും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെ, ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഒത്തിരി ദൂരം പോകണം, വണ്ടി കിട്ടാൻ പാടാ. പിന്നെ നമ്മളെ പുറകെ കണ്ടില്ലേ എന്ന് പറഞ്ഞ സ്ഥലം, അങ്ങോട്ട് പോയാലേ വണ്ടി കിട്ടത്തില്ല. അല്ല മുന്നല്ല, ഇല്ല. അപ്പം 4 കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞത്. എങ്ങോട്ട്? ഗൂം മുന്നോട്ട്. അല്ലെങ്കിൽ ഒരു വണ്ടി കയറി അവിടെ ഇറങ്ങി വണ്ടി കിട്ടുമെന്നാ പുള്ളി പറഞ്ഞത്. വണ്ടി കിട്ടുമെന്നാ. എല്ലാ വണ്ടിയിലും നിറച്ച ആളായിട്ടാണ് പോകുന്നതിന്. നമുക്ക് മുന്നോട്ട് നടക്കാം. താമി സൈഡിലോട്ട് മാറി നിന്നേ. ഇങ്ങോട്ട് നീങ്ങിക്കേ. ഇവിടെ അങ്ങോട്ട് നീങ്ങല്ലേ, വണ്ടി വരും ഇവിടെ. ഒരു വണ്ടിയും കൂടെ വരുന്നുണ്ട്. അതെല്ലാം ആളായിരിക്കും, നിറച്ചു ആളായി, കാലിയായിരിക്കല. ഫുള്ള് ആളാ എല്ലാത്തിലും. ഓടിച്ചല്ലോ. ഒരു വണ്ടി ആക്കിയാലും നിർത്തി, അതേലും ആരും ഇല്ല, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് നീങ്ങിക്കേ. അതേലേ രാജേഷ് അതേ കയറി പോയി, വേറെ വണ്ടി വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. പുറയിൽ എന്തോ സാധനം ഉണ്ടെന്ന് തോന്നുന്നു. വെസ്റ്റ് ബംഗാളിലെ ഒരു അടിപൊളി ഹിൽ സ്റ്റേഷനാണ് ഡാർജിലിംഗ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6700 അടി ഉയരത്തിലാണ് ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത്. മലനിരകളുടെ രാജ്ഞി എന്നാണ് ഡാർജിലിംഗ് അറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ബ്രിട്ടീഷുകാരാണ് ഈ ഹിൽ സ്റ്റേഷൻ വികസിപ്പിച്ചെടുത്തത്. അവരുടെ വേനൽക്കാല വസതിയായിരുന്നു ഡാർജിലിംഗ്. ഡാർജിലിംഗിൽ ഇഷ്ടം പോലെ തേയിലത്തോട്ടങ്ങളുണ്ട്. ഈ തേയിലത്തോട്ടങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. അതെ, അവരിവിടെ വന്ന് വനമൊക്കെ വെട്ടിത്തെളിച്ച് ഇവിടെ തേയിലക്കൃഷി ആരംഭിച്ചു. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൽ പണി ചെയ്യാൻ വേണ്ടി നേപ്പാളിൽ നിന്നൊക്കെ ഒരുപാട് തൊഴിലാളികളെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ പിൻഗാമികൾ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട് ഡാർജിലിംഗിൽ. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് റെസിഡൻഷ്യൽ സ്കൂളുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവർ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുകളും ഇവിടെ നിർമ്മിച്ചു. ഡാർജിലിംഗ് ടോയ് ട്രെയിൻ എന്നറിയപ്പെടുന്ന ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ഇവിടെ കൊണ്ടുവന്നു ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ രാജേഷ് ബ്രോയ്ക്ക് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല, ടാക്സി ഒന്നും. അപ്പോൾ നമുക്ക് ഇവിടെ പതുക്കെ നടക്കാം. 3.5 കിലോമീറ്റർ ഉണ്ട്. അയ്യോ, എന്നാൽ പിന്നെ നേരത്തെ നടക്കേണ്ടിയായിരുന്നു. ഇപ്പോൾ പകുതി വഴിയായേനെ. മഞ്ഞിനൊരു കുറവുമില്ല. ഏക്കല്ലേ ആഗ്രഹം പോലെ മഞ്ഞൊക്കെ ആസ്വദിച്ച് ഇങ്ങ് നടക്കാം. അതെ, അതല്ല നമ്മൾ അവിടെ വണ്ടി ഒതുക്കിയാൽ നന്നായെന്ന് രാജേഷ് പറഞ്ഞു. എന്നറിയോ, മുന്നിൽ കുറച്ചങ്ങ് ചെല്ലുന്നു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ബ്ലോക്കാ. കാര്യം 9 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് ഡാർജിലിംഗ്. 9 കിലോമീറ്ററിന് ഇവിടുന്ന് 1.5 മണിക്കൂറാണ് കാണിക്കുന്നത്. ഇത് സ്റ്റേറ്റ് ഹൈവേ 12, ഗൂം 3 കിലോമീറ്റർ. അങ്ങോട്ട് പോയാൽ സുക്കിയ 9 കിലോമീറ്റർ. 9 കിലോമീറ്റർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല സമയം എടുക്കും. ഈ പൈൻ മരങ്ങളൊക്കെ എത്ര വർഷത്തെ പഴക്കം കാണും. എന്നാ പൊക്കമൊന്നുണ്ട് ഇതിന്. വണ്ണം കണ്ടോ? വണ്ണം വലിയ പൈൻ മരങ്ങളാണ്. ഇതൊക്കെ എത്ര വർഷം മുന്നേ വെച്ചതായിരിക്കും. ഈ ഇല ഉണ്ട്, ഇതെന്നാ രസമാണ് കാണാൻ. നോക്കി, ഇത് തന്നെയല്ലേ ആ മേഘാലയയിലെല്ലാം നമ്മൾ കാണുന്നത്. ആ മേഘാലയയിലുണ്ട്, നമ്മുടെ അവിടെ ഉണ്ട്, പക്ഷെ ഇത്രയും വലിപ്പമില്ല. നമ്മുടെ അവിടെ വനത്തിലുള്ളതിന് ഇത്രയും വലിപ്പമുള്ളത്. നമ്മുടെ വണ്ടി എത്തി, കയറിക്കോ. അവിടെ വീതി ഇല്ലാത്തതുകൊണ്ട് വണ്ടി തിരിക്കാൻ പോയവർ ഇങ്ങോട്ട് മാറി നിൽക്കാം. മെയിൻ റോഡെല്ലാം ബ്ലോക്കാണ്, അതുകൊണ്ട് നമ്മളൊരു ഷോർട്ട് കട്ട് കയറിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതുണ്ടോ, നല്ല ബ്ലോക്കാണ്. ഷോർട്ട് കട്ട് കയറി വന്ന് ഇറങ്ങി മെയിൻ റോഡ്. ഇതുണ്ടോ, ഇതിലെ ട്രെയിൻ പോകുന്നതാണ്. നല്ല ബ്ലോക്കാണ്. ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് സീസണാണ്. ഇത് ഗൂം റെയിൽവേ സ്റ്റേഷനാണ്. ഇത് 1891 സ്ഥാപിതമായ റെയിൽവേ സ്റ്റേഷനാണ് ഇത് കേട്ടോ. ഇതുണ്ടോ, റോഡിൻ്റെ ഇത്രയും സൈഡിൽ കൂടെ ട്രെയിൻ പോകുന്നത്. അതാണ് ഈ ഡാർജിലിംഗിൻ്റെ മെയിൻ ഒരു അട്രാക്ഷനാണ് കേട്ടോ ഈ ടോയ് ട്രെയിൻ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയെ സിലിഗുരിയിലേക്ക് പോകാം. സിലിഗുരി അല്ല, ഡാർജിലിംഗിലേക്ക്. അതെ, ഡാർജിലിംഗിലേക്ക്. അത് തന്നെ. ഇത് ചെറിയ വഴിയാണ്. അപ്പോൾ ഈ വഴി പോയാൽ വലിയ ട്രാഫിക് ഇല്ലാതെ ചെല്ലാമെന്നാണ് പുള്ളി പറഞ്ഞത്. മറ്റേ വഴി മെയിൻ റോഡ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മൊത്തം നിന്നാലും ചിലപ്പോൾ ചെല്ലുകയില്ല, അതുപോലെ ബ്ലോക്ക് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വഴിയാണെങ്കിലും ഈ വഴിയാണെങ്കിലും നമ്മൾ വണ്ടി അവിടെ ഒതുക്കിയാലും നന്നായി. കലിംപോങ് ലെഫ്റ്റ്, ഗാൻഡോക്ക് ലെഫ്റ്റ്, സിലിഗുരി നേരെ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നേരെ കലിംപോങ് വഴി ഗാൻഡോക്കിലേക്ക് കയറാം. നമ്മളിവിടുന്ന് വേറെ വഴിക്കാണ് കയറി പോകുന്നത്. ഇതിലെ ഓപ്പോസിറ്റ് വണ്ടി വന്നിട്ടുണ്ട്. നോക്കി, ഒരു വണ്ടി പോകാനുള്ള ഇടയേ ഉള്ളൂ. ഇതുണ്ട്, ഇതൊക്കെ 1923 പണിതാ. മുന്നിലൊരു എൻഡവർ പോകുന്നുണ്ട്, റോഡ് നിറഞ്ഞാ പോകുന്നത്. ഇവരെ മാപ്പ് നോക്കി കയറി വന്നായിരിക്കുവേ. അപ്പോൾ ഈ വണ്ടി പോകുകയല്ലെന്ന് നമ്മുടെ ഡ്രൈവർ ഇറങ്ങി പറയുന്നുണ്ട്. ഇനി ഇവർ തിരിച്ചങ്ങനെ പോകും. ആകെപ്പാടെ ഒരു വണ്ടി പോകാനുള്ള വീതിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു തരത്തിലാണ് വണ്ടി കടന്നു പോകുന്നത്. ചെറുവണ്ടിയാണ് 2 പാസ്സായി. അതെ, ഇവരെ ഡാർജിലിംഗ് പോകാൻ വന്നതല്ല, ഗാൻഡോക്ക് പോകാൻ വന്ന. അവർക്ക് വഴി തെറ്റി കയറി വന്ന. അവർ വഴി തെറ്റി കയറി വന്ന. ഇത്രയും വർഷമായിട്ട് ഇവിടെ നിന്ന് വീതിയുള്ള റോഡ് ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഏതൊക്കെയാലും മഞ്ഞൊക്കെ ഇച്ചിരി കുറഞ്ഞു കേട്ടോ. ചെറിയ വെയിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. മരങ്ങളൊക്കെ കാണാൻ തുടങ്ങി.
ഈ സ്ഥലപ്പേര് അലുബരി എന്നാ. അലുബരി എന്ന ഒരു സ്ഥലം അരുണാചലിലും ഉണ്ട്. നമ്മൾ ലോഡിറക്കാൻ പോയ സ്ഥലം. അതെ, ടാർ ലോഡ് ഇറക്കാൻ പോയ സ്ഥലം അലുബരി. ബുദ്ധിസ്റ്റ് ടെമ്പിൾ റൈറ്റ് സൈഡില്. ഈ വഴി തീർത്ത് വീതിയില്ല കേട്ടോ, താഴോട്ട് നല്ല ഇറക്കമാ. അവിടെ നിന്ന് ഒരു വണ്ടി വന്നു, ഇനി പുറകോട്ട് മാറ്റി ഒതുക്കി കൊടുക്കണം. ഇതൊരു പ്രത്യേക, ഇതുപോലെ അല്ല ഇത്രയും ചെറിയ വഴിക്കേ ഓപ്പോസിറ്റും വണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മാൾ റോഡ് വന്ന് ഇറങ്ങി. മാൾ റോഡ് എത്തിയില്ല, ഒരു 10-200 മീറ്റർ ഉണ്ട്. ആ ഓക്കെ ഓക്കെ. ആ അവിടുന്ന് ശാലം നടന്നങ്ങ് പോയാൽ മതി, കുറച്ച് ദൂരമുള്ളതെന്ന് പറഞ്ഞു. നമ്മളെ വണ്ടി കിടക്കുന്നിടത്ത് ഇവിടെ വരെ 9 കിലോമീറ്റർ ഉള്ളൂ. അത്രേ ഉള്ളൂ. 2000 രൂപ വണ്ടിക്ക് വലി. തിരിച്ചു പോകുമ്പോൾ ഇങ്ങോട്ട് ഷട്ടിൽ വണ്ടി കിട്ടുമെന്നാ പുള്ളി പറഞ്ഞു. ആ ഇവിടെ മഞ്ഞ് മാത്രമേ ഉള്ളൂ, തണുപ്പില്ല ഇപ്പൊ ഇങ്ങോട്ട്. ആ തണുപ്പ് നല്ല കുറഞ്ഞു. നമ്മള് വണ്ടി ഇട്ടെടുത്ത് നല്ല തണുപ്പാണ്. അത് ഇച്ചിരി ഹൈറ്റിലാ, അവിടുന്ന് കുറെ ഇറക്കം ഇറങ്ങി നമ്മൾ പറഞ്ഞു. ഇതുണ്ട്, ഇതെല്ലാം മഞ്ഞ, വേറെ ഒന്നും കാണാനില്ല. ഇതിനകത്തൂടെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി പോകുന്നുണ്ട്. വേറെ വണ്ടിയൊന്നും അങ്ങോട്ട് കടത്തി വിടുകയല്ല. ഇവിടെ ഉള്ളവരെല്ലാവേ ഈ പുറത്താ ചുമട് എടുത്തോണ്ട് പോകുന്നത് കണ്ടോ. തലയില അതിന്റെ ആ നമ്മളവിടെ നോർത്ത് ഈസ്റ്റ് കണ്ട പോലെ തന്നെ ഇത് കണ്ടില്ലേ. അത് ഹിമാലയം കയറാൻ പോകുന്നവരൊക്കെ അങ്ങനെ പോകുന്നത്. എവറസ്റ്റ് ഒക്കെ കയറുന്ന ആൾക്കാരല്ലേ എല്ലാരും ഷേർപ്പകളൊക്കെ എങ്ങനെ ഈ ട്രാഫിക്കിന്റെ ഇടയ്ക്ക് എപ്പോ ചെല്ലും ആശുപത്രിയില്. അല്ല ഇങ്ങനെയുള്ള വണ്ടിയാ ഈ മാരുതി ഓമിനി ഇതുപോലുള്ള വഴിക്ക് പോകാൻ സൂപ്പറാ. അതെ, ചെറിയ വണ്ടിയല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് ബൈക്ക് മാത്രമേ വിടത്തുള്ളൂ, അതും തള്ളിക്കൊണ്ട് പോകണം. അതെ, നോ റൈഡ് സോൺ, ഡ്രാഗ് യോ. അവിടെ വരെ ഓടിച്ചോണ്ട് വന്നിട്ട് അവിടെ ഇറങ്ങാ, വണ്ടി പതുക്കെ തള്ളിക്കൊണ്ട് പോവാ. ബൈക്ക് തള്ളിക്കൊണ്ട് പോവാണെങ്കിലേ പതുക്കെ അങ്ങ് പോകത്തല്ലേ ഉള്ളൂ. ബൈക്കാൽ കയറിയിരുന്ന് ഓടിച്ചോണ്ട് പോകുമ്പോ എല്ലാരും നമ്മള് പല സ്ഥലങ്ങളിലും വാരണാസിയിലൊക്കെ ചെന്നപ്പോ കണ്ടോ ഭയങ്കര ഓണം അടിച്ചോണ്ട് ആൾക്കാരുടെ നേരെ ചെല്ലുകയല്ലേ. ഇതാകുമ്പോ നടന്നു പോകുന്നവർക്ക് ബുദ്ധിമുട്ടില്ല. ബൈക്ക് ഓടിച്ചോണ്ട് തട്ടിയില്ല എന്ന് പറഞ്ഞാലോ. ആ ഇതാ പ്രശ്നമില്ല, അതുകൊണ്ടാണ് തള്ളിക്കൊണ്ട് പോകാന്ന് പറയുന്നത് തോന്നുന്നു. അപ്പോഴേ നമുക്ക് ഇവിടുന്ന് പതുക്കെ നടന്ന് മാൾ റോഡിലേക്ക് ചെല്ലാം. മാൾ റോഡിന്റെ ഭാഗമായിരിക്കും ഇതോടൊക്കെ. ആ ഭാഗങ്ങൾ തന്നെയാണ്. ആ ഇതുപോലൊക്കെ തന്നെ അങ്ങോട്ടും ഉള്ളൂ. അതെ, മുഴുവൻ ഷോപ്പിംഗുള്ള സ്ഥലങ്ങളേ ഉള്ളൂ, കടകൾ. 2 കുതിര, ഇതൊക്കെ സവാരിക്ക് കൊണ്ടുവന്ന കുതിരകളാണ് കേട്ടോ. ഇവിടെ 2-3 കുതിരയൊക്കെ നിൽക്കുന്നുണ്ട്, കുതിര സവാരിക്കുള്ളതായിരിക്കണം. അതെ, പട്ടിയെ നോക്കിയാൽ രോമം ഉണ്ടോന്ന് നോക്ക്. കരടിയപ്പോൾ ഇരിക്കുന്നല്ല. അതെ, കുതിരയും കുതിരക്കാരനും കൊള്ളാം കേട്ടോ. അതെ, തൊപ്പിയൊക്കെ വെച്ചാലേ. രാമക്കുട്ടി ഇവിടെ റെഡിയായി നിൽക്കുക. അവിടെ ഇരിക്കാൻ പിടിച്ചോണ്ട് തന്നെ പോവോ. ഒരു മിനിറ്റ്, ഫോട്ടോ. ആച്ച കൈ പിടിക്കണോ? ഞാനോർത്ത് പേടിയായിരിക്കും. ഓ വലിയ പേടിയൊന്നുമില്ല. അപ്പൊ ഇതാണ് മാൾ റോഡ്. ഇതിലെ ഇങ്ങനെ ചുമ്മാ കുറച്ചു നേരം കറങ്ങി നടക്കാം. ഇവിടെ ചൗരസ്ഥാനം പറയുന്നുണ്ട്, 4 കൂടിയ ജംഗ്ഷൻ. ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, ഹെറിറ്റേജ് സിൻസ് 1890 ബിൽഡിങ്ങുകളായതെല്ലാം. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള അത് തന്നെയല്ലേ. ഇതിൽ ചില ബിൽഡിങ്ങിൻ്റെ ഒക്കെ അതൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ കൊളാപ്സ് ചെയ്യാനുള്ള സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെന്ന്. ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കയറി നിൽക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെപ്പോൾ വേണേലും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അത്രയും പഴക്കമുള്ളതുകൊണ്ടാ. അതൊക്കെ അത് ലോക്ക് ചെയ്തിട്ടേക്കാൻ തോന്നുന്നു, ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിക്കുന്നില്ല. ലെറ്റർ ബോക്സ് ഉണ്ടോ? ഇപ്പോഴൊന്നും ഇത് നമ്മുടെയൊക്കെ അവിടെ നാട്ടിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും ഇതെങ്ങനെ കാണാറില്ല. അപ്പം 2 കളറുണ്ട് ഇതിന് രണ്ടിലും. അതെങ്ങനെയാണെന്നറിയോ? എനിക്കറിയത്തില്ല. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഇവിടെ വെളിയിലോട്ടൊക്കെ ഈ ലോക്കൽ ഏരിയയുടെ ഔട്ട്സൈഡ് ഏരിയയിലോട്ടൊക്കെ മെയിൽ അയക്കുന്നതിനാണ് റെഡ്. ഗ്രീൻ ബോക്സ് നമുക്ക് ലോക്കൽ ഇവിടെ തന്നെ ലോക്കലായിട്ട് പോസ്റ്റ് അയക്കാനും മെയിലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓ അത് ശരി. ഏതൊക്കെയാലേ മഞ്ഞൊക്കെ മാറി നല്ല വെയിൽ തെളിഞ്ഞു, നല്ല വെയിലായി, ചെറിയ ചൂടുമുണ്ട്, തണുപ്പൊക്കെ അങ്ങ് പോയി. ഇതാണ് ഡാർജിലിങ്ങിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്ന ചൗരസ്ത. അപ്പോൾ പിന്നെ 4 സൈഡിലും വഴിയുണ്ട്. അത് തന്നെയല്ല, പണ്ട് കാലം തൊട്ടേ ഈ ചൗരസ്ത വെഹിക്കിൾ ഫ്രീ ആണ്. ഇവിടെ വണ്ടികളൊന്നും കടത്തി വിടത്തില്ല ഇതിനകത്തോട്ട്. അതാണ് ബൈക്കുകളൊക്കെ ഇവിടെ കൂടെ ഇപ്പോഴും ഉണ്ടിക്കൊണ്ട് പോകണമെന്ന് പറയുന്നത്. ഈ സ്റ്റാച്യു നേപ്പാളിലെ ഒരു ഫേമസ് കവിയായിരുന്ന ഭാനു ഭക്ത ആചാര്യയുടെയാണ്. ഭാനു ഭക്ത ആചാര്യയാണ് രാമായണം നേപ്പാളിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്, അതായത് സംസ്കൃതത്തിൽ നിന്നും നേപ്പാളിയിലേക്ക്. അവിടെ കടലാണ്, ആളുകളെല്ലാം കൂടി നിൽക്കുന്നു, കടൽ പോലെ ഇരിക്കുന്നു അവിടെ. അതാണോ കടലാണോന്ന് ചോദിച്ചത്? അത് മഞ്ഞ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ. മഞ്ഞ
കടലാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്ന ആളുകളെല്ലാം അവിടെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നതാണ്. അപ്പൊ ഞാൻ ഓർത്ത് കടലാണ്. അങ്ങോട്ട് വേറൊന്നും കാണുന്നുമില്ലല്ലേ? മഞ്ഞ് മൂടി കിടക്കുന്ന അതാ. അമ്മ പറഞ്ഞ കടലയാ കാണുന്നത്. വെൽക്കം ടു ന്യൂ മഹാകാൾ മാർക്കറ്റ്. മാൾ റോഡ്, ചൗരസ്ത, ഡാർജിലിംഗ്. മാൾ റോഡിലോട്ട് കുറേ നടക്കണമെന്ന് തോന്നുന്നു. ഇവിടുന്ന് കടകളൊന്നും കാണുന്നില്ല. അപ്പുറത്തെ സൈഡിലായിരിക്കും കടകളുള്ള. ഈ താഴേക്ക് നോക്കിയാൽ ബിൽഡിങ്ങുകളെല്ലാം താഴേക്കാണ്ടോ. ഇവിടെ കുരങ്ങന്മാർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ 5000 രൂപ പിഴയാ. ഒന്നും രണ്ടും അല്ല, ഒന്നും രണ്ടൊന്നുമില്ല, 5000 രൂപ പിഴയാ. ഡാർജിലിംഗ് മുനിസിപ്പാലിറ്റി 1850 സ്ഥാപിച്ച ഇവിടുത്തെ മുനിസിപ്പാലിറ്റി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് സിറ്റി അഡ്മിനിസ്ട്രേഷനിൽ ഒന്നാണ് ഡാർജിലിംഗ്. ഡാർജിലിംഗിലെ ഒരുപാട് ബുദ്ധിസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ഹിന്ദുസും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മലയുടെ നേരെ മേളിൽ ഒരു വ്യൂ പോയിൻറ്റും ഉണ്ട്. സിറ്റി വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ കയറിപ്പോയിട്ട് എല്ലാം മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുക. അതുപോലെ തന്നെ ഡാർജിലിംഗിലെ നേപ്പാളി ഇവിടുത്തെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ 22 കോ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. അതിൽ ഒരു ലാംഗ്വേജായിട്ട് നേപ്പാളി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം പണ്ട് ഇവിടെ നേപ്പാളീസ് ഇഷ്ടം പോലെ ഉണ്ട്. നേപ്പാളീസ് ഉണ്ട്, ബീഹാറീസ് ഉണ്ട്, മാർവാരീസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബംഗാളീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു മിക്സ് ഓഫ് കൾച്ചർ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. വെയിലൊക്കെ പോയി, ഇവിടെ വന്നപ്പോഴത്തേക്ക് തണുപ്പായി. അവിടെ നല്ല വെയിലായിരുന്നു. അവിടെ നല്ല വെയിലായിരുന്നു, ഇവിടെ വന്നപ്പോൾ തണുപ്പായി, ഫുള്ള് മിസ്റ്റായി. പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നത്. ഇതൊക്കെ ഓരോ വ്യൂ പോയിന്റുകളാണ്. സെൻട്രൽ സ്കൂൾ ഫോർ ടിബറ്റൻസ്. ഇവിടെ ഇഷ്ടംപോലെ ടിബറ്റൻസും ഉണ്ട്, അതുപോലെ തന്നെ ഭൂട്ടാൻസും ഉണ്ട്. ഭൂട്ടാനിൽ നിന്ന് വന്ന ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. എന്താ പറയുക, ഒരു മിക്സ് ആയെന്ന് വെച്ചാൽ ഇവരൊക്കെ മിക്കവരും വന്നത് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ വന്ന് സ്റ്റേ ചെയ്ത് അങ്ങനെ ഇപ്പം ഇവിടെ താമസിച്ചു പോകുന്നവരാണ്. ബുദ്ധിസ്റ്റുകളുടെ സ്പിരിച്വൽ ലീഡറായ ദലൈ ലാമ 14-മനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ഈ വരുന്ന ജൂലൈയിൽ 90 വയസ്സാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ നടപ്പുണ്ട്, അതിനെപ്പറ്റിയുള്ള ഫ്ലെക്സ് ആയത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗ നമുക്ക് ഇവിടെ വന്ന് നല്ലപോലെ കാണാവുന്നതാണ്. പക്ഷേ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് നമുക്ക് അതിനുള്ള ഭാഗ്യമില്ല. മോശമൊന്നും പറയാൻ പറ്റിയല്ലേ, ചിലർ ഈ പിന്നെ ഫോഗ് കാണാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത്. അതെ, അല്ല ആ വ്യൂ കാണാൻ പറ്റത്തില്ല, അതാ പറഞ്ഞത്. അതെ, അല്ലാതെ മോശമാണെന്നല്ല പറഞ്ഞത്. ഓരോ സമയം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് നമുക്ക് നല്ലപോലെ കാണാൻ ഇവിടെ വന്നാൽ. അതൊരു നഷ്ടമായിപ്പോയി. അതെ, ഇനി വരണമല്ലോ അതിന് വേണ്ടിയില്ലേ. സെൻട്രൽ പ്ലാനിംഗ്, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ ഡാർജിലിംഗ് മുനിസിപ്പാലിറ്റിയുടെ ആദ്യത്തെ ചെയർമാനായിരുന്നു JB തപ്പ. അദ്ദേഹത്തിന് മെമ്മോറിയലായിട്ട് പണിത ഓപ്പൺ എയർ തിയേറ്ററാണിത്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് ഏപ്രിൽ 1900-ലാണ്, മരിച്ചത് 1990. അപ്പോൾ ഇതൊരു ഓപ്പൺ എയർ തിയേറ്ററാണിത്. അവിടെ സ്ക്രീനൊക്കെ ഉണ്ട്, പിന്നെ ഇതിവിടെ ഇരിക്കുന്നിടവും, പിന്നെ ഇതൊരു സ്റ്റേജുമാണ് ഇവിടെ. വെൽക്കം ടു ചൗരസ്ത ഹോക്കേഴ്സ് മാർക്കറ്റ്, ഡാർജിലിംഗ്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ കയറിയിട്ട് പോകാം. ഇത് ഇവിടുത്തെ പബ്ലിക് വാഷ്റൂമാണ്, ഡാർജിലിംഗ് മുനിസിപ്പാലിറ്റി പേ ആൻഡ് യൂസ് വാഷ്റൂമാണ്. നല്ല വാഷ്റൂം അല്ലേ? അകത്തേക്ക് നോക്കി, ഇപ്പോഴേ മഞ്ഞൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതേ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് അടുത്തുള്ളതൊക്കെ കാണാം. അങ്ങ് അകലേക്ക് നോക്കി, ആ മലനിരകളിലേക്ക് നോക്കി, അവിടെ മുഴുവൻ ബിൽഡിങ്ങുകളാണ്. അതെല്ലാം ഡാർജിലിങ്ങിൻ്റെ ഭാഗമാണ്. കുറേ കൂടെ മഞ്ഞ് മാറാം, അങ്ങോട്ട് മൊത്തം മഞ്ഞാണ്. ഈ തൊട്ടടുത്ത് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ഐ ലവ് ഡാർജിലിംഗ്. പക്ഷെ ഇത് ഇച്ചിരി കൂടെ പൊക്കി പിടിപ്പിക്കേണ്ടിയായിരുന്നു. ദേശബന്ധു ഡിസ്ട്രിക്ട് ലൈബ്രറി, ഡാർജിലിംഗ്. പുസ്തകാലയം ഉണ്ട്. ഇവിടെ മൊത്തം നമ്മൾ യാത്ര ചെയ്യണേ ഇതുപോലുള്ള സുമോയെ ആശ്രയിക്കുകയോ മാർഗമുള്ളൂ. ഇതെല്ലാം ഷട്ടിലടിക്കുന്ന വണ്ടികളാണ്. അവരുടെ പോക്കോ അത് തന്നെയല്ല, ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ്. സെൻറ്റ് ആൻഡ്രൂസ് ചർച്ച്, ഡാർജിലിംഗ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു പള്ളിയാണ്. 1843 പണിത പള്ളിയാണ്. പിന്നെ ഇത് 1873 പുതുക്കി പണിതു. ന്യൂ മഹാകാൽ മാർക്കറ്റ്. ഇതിപ്പോൾ അപ്പുറത്തായിരുന്നു മാർക്കറ്റ്, ഇങ്ങോട്ട് മാറ്റിയതാ. ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ, ഗൂർഖ രംഗമഞ്ച ഭവൻ. ഇതിവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലും അതുപോലെ തന്നെ കൾച്ചറൽ സെൻറ്ററും കൂടെയാണ്. ഇവിടെ കൂടുതലുമേ കമ്പിളി വസ്ത്രങ്ങളൊക്കെയാണ് കൂടുതലും, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള. വിന്റർ ആയതുകൊണ്ട്. അതെ, ഇത് നല്ല വെയിൽ തെളിഞ്ഞു പെട്ടെന്ന്. ഇപ്പം വെയിലായി, ചൂടായി. മുമ്പ് ഭയങ്കര തണുപ്പായിരുന്നു. അല്ല മൊത്തം ഈ കടകളാണ്, കമ്പിളി കടകളാണ്. എനിക്ക് തോന്നുന്നു ഈ ക്ലൈമറ്റിന്, വെതറിന് മൂഡ് സ്വിങ്സ് ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ദാമിക്കുട്ടി പോയി 2 കയ്യിലിരുന്ന ഗ്ലൗസ് ഒക്കെ മേടിച്ചു. അതിന് തണുപ്പുണ്ടായിരുന്നോ? ഇവിടുത്തെ ബ്രിട്ടീഷുകാർ പണിത പണ്ട് യൂറോപ്യൻ സ്റ്റൈലിലുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ ബിൽഡിങ്ങുകളൊക്കെ, അതൊക്കെ
പിന്നെ അവരിവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയല്ലോ. അപ്പോൾ അതിനുശേഷം ഇവിടെയുള്ള വലിയ വലിയ വമ്പൻ വ്യവസായികളൊക്കെ ഇല്ലേ, അവരൊക്കെ ഇതെല്ലാം മേടിച്ചു. അപ്പോൾ അതെല്ലാം റിസോർട്ടുകളൊക്കെയാണ്. ഇതിലിങ്ങനെ നമുക്ക് കുറേ നടക്കാം. അതെ, നടക്കായ മാർഗമുള്ളൂ. ഇതുണ്ടോ ഡാർജിലിംഗ് പോലീസിൻ്റെ റിക്കവറി വാനാണ്. കൊള്ളാമല്ലോ. പഴയ വണ്ടിയാണ് മഹേന്ദ്രയുടെ WBQ 1066. പഴയ ഒരു അംബാസഡർ. രാവിലെ ദോശയുടെയൊക്കെ തീർന്നു രാവിലത്തെ. പിന്നെ എന്തെങ്കിലും കഴിക്കാം. 4 ബിരിയാണി, 2 ചിക്കൻ താലിയും പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ബിരിയാണിയുടെ സ്പെഷ്യൽ ഉണ്ടോ? ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ട്. അതെ, അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. അത് അമ്മയ്ക്ക് കൊടുക്കട്ടോ. അല്ല, നിങ്ങളെല്ലാം കിഴങ്ങ് പ്രേമികളാണല്ലോ അല്ലേ? ഇത് ചിക്കൻ താലി. ചിക്കൻ ഇല്ലല്ലോ അതിനകത്ത്. വരുന്നുള്ളൂ. അപ്പോൾ അത് ഇച്ചിരി മറ്റേ പരിപ്പ് കറിയും പിന്നെ എന്താ ഇത് കിഴങ്ങും പരിപ്പും കിഴങ്ങും. ആ അത് അടുത്ത ബിരിയാണി ഒരെണ്ണം വന്നു. ചിക്കൻ താലിയിൽ ചിക്കൻ കറിയുള്ള 2 പീസും. ബിരിയാണി കുഞ്ഞിക്കിളി പറഞ്ഞ കേട്ടോ, ബിരിയാണി കുറേ ദിവസം കൂടി കഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ചിക്കൻ താലി എന്ന് പറയുന്നത് ഇത് 2 പീസ് ചിക്കനും ചിക്കൻ കറിയും കിഴങ്ങ് കറി പരിപ്പ് കറി പിന്നെ ഇത് കിഴങ്ങിൻ്റെ ചെറിയൊരു തോരനും. അപ്പം കുറച്ച് മഞ്ഞൊക്കെ കുറഞ്ഞു. അങ്ങ് അകലേ മഞ്ഞുള്ളൂ, അടുത്തൊക്കെ ഒന്നും മഞ്ഞില്ല. ഇവിടുത്തെ ഒരു മസ്ജിദാണ്. അപ്പോൾ അവരവിടെ വാഷ്റൂമിലൊക്കെ പോകാനായിട്ട് നിന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരുടെ ഫ്രണ്ടിലങ്ങ് നടന്നു. ഇതെല്ലാം മാർക്കറ്റ് ഏരിയ, ചെറിയ ചെറിയ വഴികളല്ല. ഇങ്ങോട്ട് വന്ന പിച്ചറുടെ വീതി ഉണ്ട് കേട്ടോ. ഇവിടെ മാർക്കറ്റും വലിയ മാർക്കറ്റാ. ഇത് നേപ്പാളി ട്രഡീഷണൽ ഡ്രസ്സാണ്. ചുമടം കൊണ്ട് എല്ലാവരും വരുന്നുണ്ടാകാനാണ്. നമ്മൾ ഈ തലേ വെച്ചെടുക്കുന്നതിലും എളുപ്പം ഇതാണെന്നായിരിക്കും. ഞാനേ അവിടെ ആ കടയിലെ ചേച്ചിയോട് ചോദിച്ചു എന്തേരം ദൂരം ഉണ്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പം 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഇവിടെ ഉള്ളവർ നടക്കാനാണെങ്കിൽ 5 മിനിറ്റ്. അതെ, 15 മിനിറ്റ് ഒക്കെ അടച്ചാൽ നമുക്ക് കുറേ നേരം എടുക്കും. നിങ്ങൾ അരമണിക്കൂർ എടുക്കുമായിരിക്കും. വെൽക്കം ടു ന്യൂ മാർക്കറ്റ്. യെസ് ബിൽഡിംഗ്. അങ്ങനെ അതിലേ വന്ന് നമ്മളിതേ മെയിൻ റോഡിൽ ഇറങ്ങി. മെയിൻ റോഡിലെ തിരക്കുണ്ട്. ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കുള്ള സമയമാണ് നമ്മൾ ഈ വന്നത്. അങ്ങോട്ട് നോക്കിയേ, ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടോ? അയ്യോ, ഇത് ബോംബെയിലെ നമ്മുടെ മസ്ജിദ് ബന്ദറിലൊക്കെ ചെല്ലുന്നവരാ. റോട്ടറി ക്ലബ്ബ് 1957 ഇതെല്ലാം ട്രിപ്പ് വണ്ടികളാണ്. സിലിഗുരിക്കൊക്കെ പോകാനുള്ള വണ്ടികളാണ് ഇതെല്ലാം. കണ്ടോ, ആൾക്കാർ ഇവിടെ നിന്ന് കയറിപ്പോവും. ചുമ മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. ഇപ്പം നമുക്കും തിരിച്ചു പോകണം. ഇവിടെ എങ്ങനെ വന്നു നിന്ന് ഈ സുമോയ്ക്ക് കയറി വേണം പോകാൻ. ട്രിപ്പ് വണ്ടി പിടിക്കണം. വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ. കണ്ടോ, ഇതെല്ലാം ട്രിപ്പ് വണ്ടികളാണ്. ഇത് നോക്കിയേ, ഇത് പിക്കപ്പാണ്. പിക്കപ്പ് പുറകോട്ട് നീളം കൂട്ടി പണിതേക്കാം. 2 റോ സീറ്റ് കൂടെ വെച്ചേക്കാം പിക്കപ്പിൻ്റെ പറയുന്നത്. ലിങ്ഡിങ് ഡാർജിലിംഗ് ട്രിപ്പ് വെക്കുന്ന വണ്ടികളാണ്. ഇതേ ഉള്ളു ഇവിടെ, ബസ്സൊന്നും ഇല്ല. നമ്മളിപ്പോൾ പോകുന്ന ഡാർജിലിംഗിലെ മെയിൻ അട്രാക്ഷനായ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനല്ല മെയിൻ അട്രാക്ഷൻ, ഇവിടുത്തെ സ്റ്റീം എഞ്ചിൻ ട്രെയിനാണ്. പഴയ പണ്ടത്തെ കൽക്കരിയിൽ ഓടുന്ന ആവി എഞ്ചിനുള്ള ട്രെയിൻ. പണ്ട് ഞാനൊന്നും കണ്ട 2014 വന്നപ്പം. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാന്ന് തോന്നുന്നു. ഒത്തിരി പഴയ ബിൽഡിങ്ങുകളാ. അതൊരു സ്വീറ്റ് ഷോപ്പാ. അത് 1877 തുടങ്ങിയ കടയാ. തലമുറകൾ കൈമാറി അല്ലേ? അതെ അതെ. വെൽക്കം ടു ദ ലാൻഡ് ഓഫ് ഗൂർഖാസ്. കൈവണ്ടികൾ കണ്ടോ, സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള. അതുപോലെ ഒതുക്കിയിടാൻ ഇടയില്ലാഞ്ഞിട്ട് ഓടയിൽ ഇറക്കി ഇട്ടേക്കുന്നത്. ഇല ഇഷ്ടം പോലെ. ഇത് കടുകിന്റെ ഇല കേട്ടോ. എല്ലാം ഇല ഐറ്റംസാ. ചീര. ഇവിടുത്തെ മുളക് ഉണ്ടോ? മുളകാണോ ഇത്? അല്ല, മുളകല്ല, ഇത് ചുണ്ടങ്ങ പോലുള്ള സാധനം. എന്താണോ? ഇവിടെ ഇതാ മീനുണ്ട് ഇഷ്ടം പോലെ, നല്ല ഫ്രഷ് മീൻ. ഇങ്ങോട്ട് ട്രെയിൻ ഇപ്പം വരുന്നില്ല കേട്ടോ. ഞാൻ ഒരാളോട് ചോദിച്ചു, അപ്പുറത്തോട്ടുണ്ട്. ഈ ട്രെയിൻ ആയിരുന്നു എനിക്ക് ഇതുവഴി ഓടിക്കൊണ്ടിരുന്നത്. അതെ, ടോയ് ട്രെയിൻ കഫേ. ഈ ട്രെയിൻ കഫേ ആക്കിയ, പക്ഷെ അതും ഇല്ല കേട്ടോ, അത് ലോക്ക് ചെയ്തേക്കാം. കഫേ ഉണ്ട് കേട്ടോ, പുറയിലായിരുന്നു ഡോറ്, സൈഡിലല്ലായിരുന്നു. ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ഏരിയ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1881. 1881 പണിത റെയിൽവേ സ്റ്റേഷനായിരുന്നു. ട്രെയിനിന് പോകാൻ ഓർത്ത് വന്ന, പക്ഷേ ഇന്ന് നടക്കത്തില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജോയ് റൈഡിനുള്ള എല്ലാ ടിക്കറ്റുകളും ഫുള്ളാണ്. 30-ാം തീയതി വരെ, ഈ മാസം 30-ാം തീയതി വരെ മൊത്തം ബുക്ക്ഡാണ്. അപ്പോൾ പിന്നെ ആലോചിക്കണ്ട. അതിനനുസരിച്ച് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും തിരക്കുള്ള സമയമാണ്. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിനാൽ ഇവിടെ ഇപ്പം നമ്മൾ ഓൺലൈനായിട്ട് നമുക്കിത് ബുക്ക് ചെയ്യാൻ പറ്റും, ഓഫ്ലൈനായിട്ടും പറ്റും. പക്ഷേ ഇപ്പം രണ്ടും ബുക്കാണ്.
അപ്പം 2 ട്രെയിൻ ഉണ്ട്, ഡീസൽ എഞ്ചിൻ ഉള്ളതുണ്ട്, സ്റ്റീം എഞ്ചിൻ ഉള്ളതുണ്ട്. അപ്പം രണ്ടിനും 2 റേറ്റാണ്. ഡീസൽ എഞ്ചിന് 1000 രൂപ ഒരാൾക്ക് പെർ ഹെഡിന്. അതുപോലെ തന്നെ സ്റ്റീം എഞ്ചിന് 1500. അപ്പം ഇവിടുന്ന് ഗൂം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഗൂം എന്ന് പറയുന്നത് ഇവിടുത്തെ തന്നെയല്ല, ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഗൂം. അപ്പോൾ നമ്മൾ വന്നു കഴിക്കായിരുന്നു. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഗൂമിൽ കൊണ്ടുപോകും, എന്നിട്ട് അവിടുന്ന് തിരിച്ചിങ്ങോട്ടും കൊണ്ടുവരും. അപ്പോൾ ഇത് 2 മണിക്കൂർ എടുക്കും മൊത്തത്തിൽ. പിന്നെ ഇപ്പോൾ നമുക്ക് 1 സൈഡ് മതിയെങ്കിലും ഒരാൾക്ക് ഡീസൽ എഞ്ചിന് 1000 രൂപയും സ്റ്റീം എഞ്ചിന് 1500 രൂപ. അതിൽ വ്യത്യാസമൊന്നുമില്ല, സെയിം റേറ്റാണ്. 1 സൈഡ് ആണെങ്കിലും 2 സൈഡ് ആണെങ്കിലും. ചിലപ്പോൾ ഡീസൽ എഞ്ചിന് 2 മണിക്കൂർ എന്നാ പറഞ്ഞേ, ഡീസൽ എഞ്ചിൻ ആയിരിക്കും 2 മണിക്കൂർ പറഞ്ഞേ. ആവിയഞ്ചിൻ എനിക്ക് തോന്നുന്നു ഇച്ചിരി സമയം എടുക്കുമെന്ന് തോന്നുന്നു. ഇത് 2 മണിക്കൂർ ട്രാവലിംഗ് ടൈം അല്ല. ഇതിന്റെ ഇടയ്ക്ക് ഇവർ ഓരോ ടോപ്പ് ഹിൽ ഏരിയ ഒക്കെ വരുന്നിടത്തും പിന്നെ ഗൂമിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ മ്യൂസിയം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഓരോരുത്തരത്തൊക്കെ വണ്ടി ഇടയ്ക്ക് നിർത്തുകയും ചെയ്യും. അങ്ങനെ എല്ലാം ഒരു ജോയ് റൈഡ് എന്ന് അറിയപ്പെടുന്നത്. ആ റൈഡിന് മൊത്തത്തിലാണ് ഈ പറഞ്ഞ റേറ്റ് വരുന്നത്. അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ഉള്ള റേറ്റാണ് ഈ 1000-1500. ഇവിടെ ട്രെയിൻ ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്, ഇങ്ങനെ വരാനുണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങോട്ടേ ഉള്ളൂ, ഇങ്ങോട്ട് വരികയല്ല. അങ്ങോട്ട് നോക്കിയേ, മഞ്ഞൊക്കെ അവിടുത്തെ കുറച്ച് മാറി. ഓ, എന്ത് രസം ഇപ്പൊ കാണാൻ. അയ്യോ, മഞ്ഞില്ലായിരുന്നു നമുക്ക് നല്ല വ്യൂ കിട്ടിയാ. മഞ്ഞില്ലായിരുന്നു, നല്ല രസമായത്. അതൊരു മൊണാസ്ട്രിയാ ആ കാണുന്നത്. മഞ്ഞുണ്ടായിരുന്ന ക്ലൈമറ്റും ഒക്കെ, പക്ഷെ വ്യൂ പോയി. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഈ ആവിയഞ്ചിൻ ട്രെയിനാണ്. ഡാർജിലിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഈ ട്രെയിനാണ് ഓർമ്മ വരുന്നത്. 40 മിനിറ്റ് ലേറ്റ് ആയിരുന്നു ട്രെയിൻ. ഇപ്പൊ അനൗൺസ് ചെയ്തായിരുന്നു ആവിയൊക്കെ ചൂടായി വരുന്നുണ്ടാവുള്ളൂ. ആവി ചൂടായിട്ടല്ല, കൽക്കരി കത്തിയാ ചൂടായി വരുന്നുണ്ട്, വെള്ളം തിളച്ചു വരുന്നുള്ളൂ. ഇപ്പൊ ഈ ബോഗി 1944 പണിത. പിന്നെ ഇത് 2011 റീബിൽഡ് ചെയ്തു. ഇപ്പൊ റീസ്റ്റോർ ചെയ്ത് വെച്ചേക്ക. ആവി വരുന്നുണ്ട് അവിടെ. ആവി എഞ്ചിനാ ഇത് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയേക്കാ. ഇതാ ലോക്കോ. അല്ല, സ്റ്റാർട്ട് ആയിട്ടില്ലെന്ന് തോന്നുന്നു. കൽക്കരി ഇട്ട് കത്തിച്ചോണ്ടിരിക്കുന്നു. നല്ല സ്മെല്ലുണ്ട് അതിന്റെ. ലോക്കോ ഷെഡ് അത്. 2-3 ട്രെയിൻ കിടപ്പുണ്ട്. 1, 2, 3, 4. എഞ്ചിൻ മാത്രമേ അല്ല, എഞ്ചിൻസ് അവിടെ ബോഡി അവിടെ അപ്പുറത്ത് കിടപ്പുണ്ട്, ബോഗിയൊക്കെ. ആ, ചെറിയ വണ്ടി ഉണ്ട് കേട്ടോ, മിനി ബസ് ഉണ്ട്. ഡാർജിലിംഗ് സിലിഗുരി ബസ് അത്. സിലിഗുരി ഡിപ്പോയിലെ വണ്ടി. ഇത് സിലിഗുരിയിൽ കയറി വരുന്നതാണല്ലോ. സിലിഗുരി ഡിപ്പോയിലെ വണ്ടിയാ, NBSTC. ഈ ട്രെയിനിന്റെ പേരാണ് ഫോറസ്റ്റ് വിസ്പർ. ഇത് 2004 പണിതാ. ഇതാണ് പഴയ ട്രെയിൻ. ഇത് 1925 പണിത വണ്ടിയാണ്. ഓ, അത്രയും പഴയതല്ലേ. ഒന്ന് ബിൽഡ് ചെയ്ത വണ്ടി ഇത്. പക്ഷെ ഇത് ഓടുന്നില്ലായിരിക്കും. ഇത് ഓടുന്നില്ലെന്ന് തോന്നുന്നു. അതാ ഇപ്പം നിർത്തിയേക്കുന്നത്. അത് 2004 പണിതാ. അകത്ത് കിടക്കുന്ന ആ ട്രെയിനിന്റെ പേര് ഹിമാലയൻ ബേർഡ് എന്നാ. ഇവിടെ ഇപ്പം 4 എഞ്ചിനുണ്ട്. പുറകെ 2 ഇവിടെ 2, 4, ഇതൊരെണ്ണം 5. അതിന് ഫ്രണ്ടിൽ 6 എഞ്ചിൻ കിടപ്പുണ്ട്, ആവി എഞ്ചിൻ. അപ്പൊ ഇപ്പൊ ഓടുന്ന പുതിയതായിരിക്കും. പുതിയതെന്ന് പറഞ്ഞത് 2004 ഏതാന്ന് തോന്നുന്നു. അപ്പോ ടാങ്കറിൽ വെള്ളം വന്നിട്ടുണ്ട് തിളപ്പിക്കാനുള്ള. അതുകൊണ്ടായിരുന്നു ലേറ്റ് ആയെന്ന് തോന്നുന്നു. ടാങ്കറുകാരൻ ലേറ്റ് ആയിട്ടായിരിക്കും ആണെന്ന് തോന്നുന്നു അല്ലേ. അതാ 40 മിനിറ്റ് ലേറ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ ട്രെയിൻ, ഈ എഞ്ചിനാണ് 1925 അല്ലേ പണിതേക്കുന്നത്. അതിന്റെ വിഡ്ത്ത് 5'9", ലെങ്ത് 1937.716. വീൽ ബേസ് ഉണ്ട് 5-6. ഇതിന്റെ ടയർ വെയിറ്റ് 11.43 ടൺ. ഓ, അത്രയും വെയിറ്റ് ഉണ്ട്. നമ്മുടെ 66-നെക്കാട്ടി വെയിറ്റ് ഉണ്ട്. ഡാർജിലിംഗ് സ്റ്റേഷൻ ആൾട്ടിറ്റ്യൂഡ് 6812 ഫീറ്റ്. അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശരിക്കും ലോങ് ഒന്നും ഇല്ല. ഈ കുറച്ച് ഷട്ടിൽ സർവീസ് മാത്രമേ ഉള്ളൂ വണ്ടികൾ. ഡാർജിലിംഗിൽ നിന്ന് ഗും വരെ പോകും, അവിടുന്ന് തിരിച്ചു ഇങ്ങ് വരും. ഇതൊരു ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് കൂടുതലും ആൾക്കാർ, ടൂറിസ്റ്റുകളാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. ഈ ആവി എഞ്ചിനും ഡീസൽ എഞ്ചിനും. ഇതിന്റെ ജോയ് റൈഡ് ആണല്ലേ. ജോയ് റൈഡ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്ന ചെറിയ ട്രെയിനുമാണ്. ചെറിയ ട്രെയിൻ. വീതി കുറവ്, വീതി കുറഞ്ഞ് വണ്ടി ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂ വണ്ടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോ തിരക്കുള്ളത് കൊണ്ട്, ഈ ഇപ്പൊ തിരക്കുള്ള സമയം ആയതുകൊണ്ടും കൂടാ. പിന്നെ രാത്രി ആകണം ഒന്ന്, റോഡ് ഫ്രീ ആണെങ്കിൽ ശാന്തമാണ്. ആ സമയം ആകുമ്പോഴത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഹോട്ടലിൽ കയറി കഴിയുമ്പോൾ ഫുള്ള് സമാധാനം. അതുകൊണ്ട് കൽക്കരി കിടക്കുന്നുണ്ട് അതിനകത്ത്. ഉണ്ടെങ്കിൽ അതുണ്ടോ, അത് കൽക്കരിയാ. ആ നീല അതിന്റെ മേളിലാണ് മുകളിൽ കിടക്കുന്നത്. ഇത് നാരോ ഗേജ്. ഇത് 2 അടി വീതിയേ ഉള്ളൂ, പാളങ്ങൾ തമ്മിൽ. നമ്മള് സാധാരണ ട്രെയിന് വീതി കൂടുതലുണ്ട്, നല്ല വീതിയാണ്. ഇത് ചെറിയ ട്രെയിനാണ്, ടോയ് ട്രെയിൻ. അതെല്ലാം കൽക്കരിയാ. അത് കോൾ ഗോഡൗൺ. അവിടെ ചെറിയൊരു ബോർഡുണ്ട്. നമ്മള് അവിടെ മറ്റേ ട്രെയിൻ 1925 ഇത് 1919 ട്രെയിനാ. പഴയ വണ്ടി. ഇത് ഓടുന്നില്ലെന്ന് തോന്നുന്നു, അറിയില്ല. അല്ല, ഇതൊന്നും ഓടുന്ന ആയിരിക്കല ഇല്ലെന്ന് തോന്നുന്നു. ഏറ്റവും പ്രായമുള്ള ആളിതാ. അതെ,
അത് ഏറ്റവും മുന്നിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. മുന്നിലല്ല, പറയുകയാണെങ്കിലേ പുറയില്ല. എന്ന് വെച്ചാൽ ഇനിയും വെളിയിലോട്ട് എടുക്കണ്ടാത്ത പോലെ ഇവിടെ ഇട്ടേക്കാ. ഇത് ആള് ഓടുന്നില്ല, വിരമിച്ച. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. കളമശ്ശേരിലാണ് വീട്. ചേച്ചിയുടെ പേരെന്നായിരുന്നു പറഞ്ഞത്? ജിജി. ഇത് കുറെ പേരുണ്ട് കേട്ടോ, ഗ്രൂപ്പായിട്ട് വന്നു. പാതാളം ES ഹോസ്പിറ്റലിലെ സീനിയർ ഫാർമസി ഓഫീസർ. ശരി. ലോഡും കൊണ്ട് പോകുമല്ലോ, ആ പാതാളം ജംഗ്ഷൻ എപ്പോഴും കളമശ്ശേരി താമസിക്കുന്ന അപ്പോളോട് അടുത്ത്. പാതാളം എന്ന് പറയുമ്പോഴേ ഒരു വ്യത്യസ്തമായ സ്ഥലത്തല്ലേ. മോനെ കണ്ടായിരുന്നു തൊട്ടപ്പുറം വെച്ച്. അതെ, അപ്പം പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഒരു ഫോട്ടോ എടുത്തോട്ടെന്ന്. അമ്മയ്ക്കൊരു സർപ്രൈസ് ഫോട്ടോ ഉണ്ടെന്ന് നോക്കിയപ്പോ അതിനകത്ത് ട്രെയിൻ സമയം പോകുമെന്ന് പറഞ്ഞിട്ടേ ധൃതി വെച്ച് വരികയായിരുന്നു. ഇത് ഡീസൽ എഞ്ചിനാ, ആവി എഞ്ചിനല്ല. അതെ, ബോഗിയല്ല ഇവിടെ ഇട്ട് എഞ്ചിൻ തിരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതിലെ ഇങ്ങനെ കറങ്ങി വരും ഇനി. എഞ്ചിൻ അപ്പുറം പോയി തിരിച്ചിട്ട് വരിക. അവിടെ ആ പിന്നിടുന്നേ ഉള്ളു, അങ്ങോട്ട് ചേർത്തിട്ട് കണ്ടോ. അങ്ങ് ചേർത്ത് വെച്ചിട്ട് ആ പിന്നെ അങ്ങ് നടുക്കോട്ട് കയറ്റിയിടും. അത്രേ ഉള്ളു. പിന്നെ ഊരിപ്പോയാ പോയി. ആ ചെയിനും ഉണ്ട് കേട്ടോ, അഥവാ പിന്നെ പോയാലും ആ ചെയിനെ നിൽക്കും. രണ്ട് ചെയിനുണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. പിന്നെ കുഴപ്പമില്ല. ബാക്കി എയറിന്റെ ഒക്കെ കണക്ഷൻ ആണ്. ഈ ചെയിൻ ഇടുന്നില്ല കേട്ടോ, പുള്ളി ഒരു ചെയിനേ ഇട്ടുള്ളൂ. ഇത് വേറെ ഇത് നടപടിയുണ്ട്. ഈ സൈഡിലത്തെ ആളാണ് അതിടുന്നത്. ആളില്ലല്ലോ, അതാ ഞാനും ഓർക്കുന്നത്. കാലി പോയതൊന്നും അല്ല, അപ്പുറത്തെ ലൈനിലേക്ക് മാറ്റി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയിട്ട് റിവേഴ്സ് വരുന്നുണ്ട്. അതെ, കേരള ആൾക്കാർ അവിടെ നിൽക്കുന്നതല്ല. അടുത്ത ട്രെയിനും വന്നു. ഇന്ന് ഏതൊക്കെയായാലും ഇത്ര നേരം മഴയില്ലായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി. സമയം 4:30 കഴിഞ്ഞു. അങ്ങനെ നമ്മള് ഇത്രയും നേരം കാത്തു നിന്ന ആള് വരുന്നുണ്ട്. അതെ, ആള് വരുന്നുണ്ട്. അപ്പൊ അതെ, നമ്മള് ഇത്രയും നേരം കാത്തു നിന്ന ആള് എത്തിയിട്ടുണ്ട്. ഇത് ആവി എഞ്ചിനാ. സ്റ്റീം എഞ്ചിനാ. ഇതേ ഈ ട്രെയിൻ ഇത് എവിടുന്ന് വന്നറിയാം? ഇത് ഇവിടുന്ന് വന്നതല്ലേ, ഇത് ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ട്രെയിനാ, തിരിച്ചു വന്ന ട്രെയിനാ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന 2 ട്രെയിനും പോയി, ഒരെണ്ണം കൂടെ പോകാൻ തുടങ്ങുന്നു. എന്നാ പുകയാന്ന് നോക്കിയേ. ഇത് പഴയ ടെക്നോളജിയാ. ഇത് ചില സമയത്ത് ഓടി വരുന്നതാണ്, ഭയങ്കര രസമാണ്. അവിടെ മാറ്റി പാളം. ഇത് തിരിക്കാൻ വേണ്ടിട്ടാ. അതുണ്ടോ? അല്ല, തിരിക്കാനല്ല, ഇത് ഇങ്ങോട്ട് ഈ ട്രാക്കിലേക്ക് വരാൻ വേണ്ടിട്ടാ. ഇവിടെ നമ്മൾ നിൽക്കുന്ന ട്രാക്കിൽ വിസിലടിക്കുന്നവരല്ലേ? പഴയ ഓണ.
മല്ലന്മാരാ ഫ്രണ്ടിൽ നിൽക്കുന്ന പൈലറ്റുമാർ കണ്ടോ. അതെ. ഇതേ ഈ ട്രെയിൻ ഇതിലേ നല്ല കായികാധ്വാനം ഉണ്ടാതിരിക്കുന്ന പുള്ളിക്ക്. അതേ പറഞ്ഞ അവരോട് ഒന്ന് ഇരിക്കുന്നുണ്ടോ, 2 പൈലറ്റുമാര് വേണം ഇപ്പത്തെ. അവര് നനയുകയും ചെയ്യും. നോക്കി ക്യാബിനൊന്നും ഇല്ല. ഇല്ല, ഇതുണ്ട് ആവി പോകുന്നുണ്ട്. ഇതിലേ നല്ല പണിയുണ്ട്. ഇതുണ്ടോ ഇതിന്റെ ഡ്രൈവറായത്. വേറെ എന്തൊക്കെയാ പരിപാടികൾ ചെയ്യാം ഇവിടെ. അതെ, അത് കണക്ട് ചെയ്യാൻ തോന്നുന്നു അവരുടെ കൂടെ. അല്ല, കണക്ട് ചെയ്യുന്നേ അതല്ലാതെ പുള്ളിയുടെ കൈയെല്ലാം കാര്യമില്ല. നല്ല പണിയുണ്ട് ഇത് ഓടിക്കണമെങ്കിൽ. ശരിയാ, കയ്യിലും ഡ്രസ്സും കൊണ്ട് ഒരു മെക്കാനിക്കിനെ പോലെ. മെക്കാനിക്കിനെ പോലെ റെഡി ആയിട്ടാ ഞാൻ നിൽക്കുന്നത്. അതെ, പണിയുണ്ട്. ഇതൊക്കെ ഇപ്പോഴും ഓടുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. അതിനകത്ത് തന്നെ ഒഴിക്കുന്നത്. കരിയോയിലാണോ ഒഴിക്കുന്നത്? അടി കത്തുന്നുണ്ടോ? കൽക്കരി കത്തുന്നുണ്ടോ? ആ ചൂട് കൊണ്ടാണ് ഈ ആവി, വെള്ളം തിളച്ച ആവി ഉണ്ടാവുന്നത്. കണ്ടോ കണ്ടോ? സമാഹറിന്റെ അടിയിൽ നമ്മള് മറ്റേ കരി ഇട്ട് കൊടുക്കല്ലേ എന്ന് പറഞ്ഞാല്. ക്യാമ്പ് ഫയർ ഇട്ടോലുണ്ട്. മോളിൽ കിടക്കുന്ന എല്ലാം കൽക്കരിയാ. കണ്ടില്ലേ? ഇതുണ്ട്, ആ അടച്ചു വെച്ചേക്കുന്നില്ല, അതിനകത്തോടെ കൽക്കരി ഇട്ട് കൊടുക്കുന്നത് അകത്തേക്ക്. 7 കിലോമീറ്റർ ഓടിയിട്ട് വന്നിട്ടേ നല്ല മെയിൻ്റെനൻസ് ഉണ്ട് ഇതിന്. എത്ര പേരാ അതിന്റെ ചുറ്റും നടക്കുന്നതെന്ന് കണ്ടില്ലേ? 5-6 പേരുണ്ട്. അതാ പഴയ ടെക്നോളജി അല്ലേ. ഇപ്പൊ ഒക്കെ അതിനൊക്കെ എന്തോരോ വ്യത്യാസം വന്ന ഓരോ കാര്യം. ഇതുണ്ടോ അതിനകത്ത് കത്തുന്നുണ്ടോ? കണ്ടോ എന്നാ തീയാന്ന് നോക്കിയാ. ആ, മുമ്പേ നമ്മൾ കണ്ട എഞ്ചിനൊക്കെ എന്ന് പറഞ്ഞാൽ 1919 1925 ആയിരുന്നു. പക്ഷെ ഈ എഞ്ചിൻ 1904 അതുകൊണ്ടാ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് പഴയല്ലേ. വെയിറ്റ് പക്ഷെ എല്ലാത്തിന്റെയും സെയിം ആട്ടോ, 11.43 ടൺ. അതെ, 4.3 ടൺ. പടുതാക്കി കിട്ടും. അതെ, നനയാതിരിക്കാനാണ്. മഴയായോണ്ടേ, മഴയത്ത് ഇത് പോകുന്നതാണ് ഒരു പ്രത്യേക രസം കേട്ടോ. ഈ പുകയെല്ലാം ഇങ്ങനെ പൊങ്ങി ആവി അങ്ങ് പോകുന്നതാണ് നല്ല രസം. ലൈറ്റ് കണ്ടോ പണ്ടത്തെ? എന്നാ വലിയ ലൈറ്റ് കേട്ടോ. ഇതിന് ഹാൻഡ് സിഗ്നലാ ഇപ്പോഴും ഉപയോഗിക്കുന്നത്, കൈ കൊണ്ടുള്ള സിഗ്നലാ ഉപയോഗിക്കുന്നത്. അല്ലാതൊന്നുമില്ല. ഇല്ലില്ല. എത്ര പേരാ ഇതെല്ലാം എനിക്ക് വന്നേ. ഒരു ട്രിപ്പ് പോയിട്ട് വന്നവരിറങ്ങി, അടുത്ത ആൾക്കാർ കയറി. അതുകൊണ്ട് അവർ രണ്ടോ മുമ്പേ പോയിട്ട് വന്നേ. കണ്ടോ? അതെ, കരി, അതിന്റെ ചാരം കരിക്കളയാ. റെയിൽവേ പാളത്തിൽ ഇപ്പുറത്ത് കൂടി കിടക്കുന്നതൊക്കെ ഈ ചാരോ? ഇത് തന്നെയാ. ഞാൻ ആലോചിക്കാൻ ചെയ്തു, ഇവിടെ മണ്ണ് പോലെ കിടക്കുന്നത്. അപ്പുറത്തെ 2 ട്രായ്ക്കും ഡീസൽ എഞ്ചിന്റെ ട്രായ്ക്കാ. ഇതാണ് കൽക്കരി ആവി എഞ്ചിന്റെ ട്രായ്ക്ക്. ഇതാ ഞാനേ അപ്പുറത്തെ മറ്റേ ഡീസൽ എഞ്ചിന്റെ ലോക്കോ പൈലറ്റിനോട് ചോദിച്ചു. കുറെ നേരമായില്ല നിൽക്കാനുണ്ട്, വണ്ടി കാണാനൊക്കെ ചോദിച്ചിപ്പോ. അതെ, വിസിലടിക്കുന്ന അവര് മേളില് പുള്ളിക്കാരനൊരു ഇതില് നിൽക്കുമ്പോഴാ അവിടെ ലിവർ പോലെ ഉണ്ട്. അത് കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അതെ, അതന്നെ ഹാൻഡ് ബ്രേക്ക് പോലുള്ള സാധനം എന്തോന്നാ കറക്കുന്നത്. മേളിൽ ഒരാളോട് ഇരിപ്പുണ്ട് കൽക്കരി വാരിയിടാനോ എന്തിനാന്ന് അറിയത്തില്ല. ആ ആളെ ഇങ്ങോട്ട് ഓടിച്ചോണ്ട് വന്ന ആളാ. നല്ല പണിയായതല്ലേ. എനിക്ക് എന്നെ പുകയാ നിൽക്കും. ആ പുകക്കിടയിലാണ് ആളിരിക്കുന്നത്. ഇപ്പൊ എന്നാ വെച്ചാൽ നല്ല ലോഡ് എടുക്കുമ്പോഴാണ് അതനുസരിച്ച് പുക തള്ളുന്നത്. പതുക്കെ പോകുള്ളൂ. ഇതുപോലെ ഡാർജിലിംഗ് വരുമ്പോ മെയിൻ ഒരു കാഴ്ചയാണിത്. അതെ, കണ്ടിരുന്ന നഷ്ടമായേനെ. 1904 എന്ന് പറയുമ്പോൾ 122 വർഷം പഴക്കമുള്ള ട്രെയിൻ എഞ്ചിനാണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ എഞ്ചിനൊക്കെ ചിലപ്പോൾ പണിമുടക്കിയല്ലായിരിക്കും. പണി അത് ഓടുന്നതായിരിക്കും, എടുക്കുമായിരിക്കും. ഈ എഞ്ചിനെ അത് വെള്ളം നിറച്ചോണ്ടിരിക്കുകയായിരുന്നു. തെയ്യം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടോ ഇതൊക്കെ ഓടുന്ന റണ്ണിങ് കണ്ടീഷൻ ആണ് പുള്ളി പറഞ്ഞത്. പുള്ളിയോട് നമ്മൾ ചോദിച്ചാൽ ആ എഞ്ചിൻ തള്ളിച്ച് മുന്നോട്ട് കയറ്റിയിടുക. ഓ അതെ, അതിനെ ബ്രേക്ക് അല്ലേ? അത് ബ്രേക്കാ. അത് പിരിച്ചാ നിർത്തുന്നേ. അപ്പൊ അതിനുള്ള സ്പീഡും ഉള്ളു താനും. നമ്മളവിടുത്തെ സ്റ്റിയറിംഗ് ആണ്. ഞാൻ സ്റ്റിയറിംഗ് ആണ്, കാരണം നിലത്തൊന്നും തൊട്ട് കണ്ടില്ല.
ഈ മഴയൊക്കെ ആയതുകൊണ്ട് വെയിറ്റ് നമുക്കുന്നവരുണ്ട്, അവർ മേളിൽ പടുതയൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് മഴ നനയായിരിക്കാൻ. ലോഡ് നനയാതിരിക്കാനാ? ലോഡ് നനയായിരിക്കാനാ, അവർ നനയായിരിക്കാനല്ല. ഇവിടുന്ന് വണ്ടി കിട്ടുമോ? വണ്ടി ഇനി കുറച്ചങ്ങ് എന്നാലും എവിടെയും കിട്ടുമായിരിക്കും. ട്രിപ്പ് വണ്ടിയൊക്കെ കാണും, ബസ്സും കാണും ചിലപ്പോൾ, ചെറിയ ബസ് ഉണ്ട്. ഇത് വഴി ബ്ലോക്കായിട്ട് നിൽക്കാൻ മൊത്തം. അപ്പോൾ ഇവിടെ നമ്മളൊരു ടാക്സി വിളിച്ചു. അതെ, അതല്ല ഇതില്ല, ഈ വണ്ടിയാണ് ഇപ്പുറത്തെ വണ്ടി. ആ ഇത് അപ്പോഴേ നമ്മൾ ഡാർജിലിങ്ങിലെ ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇതുണ്ട, ഈ റെയിൽവേ ലൈനിൽ കൂടെയാണ് ട്രെയിൻ പോകുന്നത്, നാരോ ഗേജിൽ കൂടി. ഇത്രയും തിരക്കുള്ള വഴി കൂടെ അല്ലേ? അതെ, നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തോട്ട് 9 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ 1000 രൂപ വണ്ടിക്കൂലി. ഭയങ്കര ട്രാഫിക്കല്ലേ. ശരിക്കും ഇവിടുന്ന് 35 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഷട്ടിൽ വണ്ടിയുണ്ട്, അവിടെ പോയി ഇറങ്ങാം. പിന്നെ നമ്മളിനി അവിടെ പോയിരുന്ന്, പിന്നെ അതുമല്ല അവിടുന്ന് 3 കിലോമീറ്റർ മുന്നോട്ട് നമുക്ക് പോകണമല്ലോ. 35 രൂപ, 7 കിലോമീറ്റർ ചെല്ലുന്നതിന് 35 രൂപയേ ഉള്ളൂ. അത് കഴിഞ്ഞൊരു 3 കിലോമീറ്റർ അപ്പുറമാണ് നമ്മുടെ ബസ് കിടക്കുന്നത്. ഇതുണ്ടോ, ഇതിലെല്ലാം ട്രെയിൻ വരുന്ന വഴിയാണ്. ട്രെയിൻ വരുമ്പം നോക്കിയാൽ പതുക്കെ ട്രെയിൻ വരുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. തീർത്ത് പതുക്കെ പോകുന്ന വഴിക്ക് ഒരു ട്രെയിൻ കാണുന്നത് നല്ലേ. ആ അതെ, സിലിഗുരിയിൽ നിന്ന് വരുന്ന മെയിൻ റോഡ് ഇതാ ഡാർജിലിങ്ങിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് കയറിയാ അങ്ങോട്ട് പോയാൽ, ഭയങ്കര ബ്ലോക്ക് ആയിരുന്നുകൊണ്ട്. ഇതുണ്ടത് അങ്ങോട്ടുള്ള ലൈനേ ഫ്രീ ഉള്ളൂ, ഇങ്ങോട്ടുള്ള ഭയങ്കര ബ്ലോക്കാണ് ഇപ്പോഴും. ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഇത്രയും കാലമായിട്ടും നല്ലൊരു റോഡ് ഇങ്ങോട്ടില്ലാത്ത ഭയങ്കര കഷ്ടമാണ്. നമ്മൾ സമാധാനം ആഗ്രഹിച്ച് വരാൻ പറ്റിയൊരു ഹിൽ സ്റ്റേഷൻ അല്ല ഡാർജിലിംഗ്. അതിപ്പോൾ ഏറ്റവും തിരക്കുള്ള സമയം പീക്ക് സീസൺ ആയതുകൊണ്ടാണ്. അല്ലാണ്ടൊക്കെ ഇപ്പൊ നമ്മൾ ഈ സിറ്റിയിൽ നിന്നൊക്കെ മാറി ഔട്ടറിലോട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് പീസ്ഫുൾ ആയിരിക്കും. പക്ഷെ ഇവിടെ ഈ വഴിയില്ലാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതെ, ഈ തിരക്ക് ട്രെയിൻ ഇല്ലാത്ത സമയത്ത് നമുക്കിതൊരു വോക്ക് വേ ആയിട്ട് ഉപയോഗിക്കാം. അതെ, ഇത് പാർക്ക് ചെയ്യുന്നുണ്ട്, വണ്ടിയൊക്കെ ചിലടത്ത് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. 50 വർഷമായ മൊണാസ്ട്രി അല്ലേ? നല്ല രസമുണ്ടല്ലേ, നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്നു. മൊണാസ്ട്രികളല്ല ഇങ്ങനെ തന്നെ. വെസ്റ്റ് പോയിന്റ് ഡാലി ടെൻസിംഗ് നോർഗെ റോഡ്. ഡാലി ഗുംപ സ്ഥലപ്പേര്. NH 110, ഓൾഡ് NH 55. ഇതിൻ്റെ അവസ്ഥയെ ഇവിടുത്തെ ഫയർ സ്റ്റേഷനാണ്. പക്ഷെ ഇവിടുത്തെ ഉണ്ടായാൽ വണ്ടി പറന്ന് ചെല്ലുന്ന വല്ല വണ്ടിയും വേണം ഇവിടെ, വല്ല ഹെലികോപ്റ്റർ വേണം. അതെ, ഈ ആർമി വണ്ടികളൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എങ്ങനെ ചെല്ലും ഈ ട്രാഫിക്കിനകത്തൂടെ? റെയിൽവേ ലൈൻ ഇത് കണ്ടോ, ഇടയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ലുക്ക് ഔട്ട് ഫോർ ട്രെയിൻ ബിഫോർ ക്രോസിംഗ്. ക്രോസ് ചെയ്യുന്നതിന് മുന്നേ ട്രെയിൻ ഉണ്ടാവും നോക്കണം. അല്ലെ തന്നെ ട്രെയിൻ ഇവിടുന്ന് തീർത്ത് പതുക്കേ വരുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താണേലും ഡാർജിലിംഗിലേക്കുള്ള യാത്ര ഒരു ദുരിത യാത്രയാണ്. ദുരിതയാത്രയല്ല, നമുക്ക് ഒരുപാട് പേഷ്യൻസ്, ക്ഷമ വേണ്ട യാത്രയാണ്. അതുകൊണ്ടാ ലോഡും കൊണ്ട് പുള്ളി പാളത്തേക്കൂടെ കൊണ്ടുപോകുന്നത്. പുള്ളി ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കി 4 വീലൊക്കെ പിടിപ്പിച്ച് വലിച്ചോണ്ട് പോവുക. എളുപ്പമുണ്ട്. NBSTC, നോർത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇതിൻ്റെ മിനി ബസ് ഓടുന്നുണ്ട് ഇതിൽ കുറേ വണ്ടികൾ സിലിഗുരിയിൽ നിന്ന്. അതേ ട്രെയിൻ വരുന്നു. ഇവിടെ ട്രെയിൻ മോളിൽ കൂടെ പോകുന്നത്. സോ നമ്മളവിടെയും കടന്നു പോകുന്നല്ലോ, ഇല്ലെങ്കിൽ റോഡിൽ തന്നെ കാണാമായിരുന്നു. ഇവിടെ ഡീസൽ അടിക്കാനുള്ള തിരക്ക്. ഈ വണ്ടികളൊക്കെ അതിന് കിടക്കുന്ന. ഈ വണ്ടിയൊക്കെ ഡീസൽ അടിക്കാൻ വേണ്ടി കയറാൻ കിടക്കുന്ന. അതിനാ പമ്പുകളെല്ലാം ചെറുതല്ലേ, സൗകര്യങ്ങളില്ല, പാർക്ക് ചെയ്യാനൊന്നും സൗകര്യമില്ല. ഇതുണ്ടോ ടാങ്കറുകൾ എത്ര എണ്ണമെന്ന്. വാട്ടർ ടാങ്ക്, വാട്ടർ ജെറ്റ് എന്നൊക്കെയാണ് പേര്. ഇതെല്ലാം ഈ ഹോട്ടലുകളിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്നതായിരിക്കും. ഇവിടെ വെള്ളത്തിന് ഇപ്പം ഭയങ്കര ക്ഷാമമാണെന്ന് തോന്നുന്നു. അല്ല, മഴ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് വെള്ളക്ഷാമം ഉണ്ടെന്ന് അവിടെ ഒരു കടക്കാർ പറഞ്ഞായിരുന്നു. ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് വണ്ടികളെല്ലാം ആ സൈഡിലേക്ക് ചേർത്ത് നിർത്തിയേക്കുക. ആവി എഞ്ചിനാണ് വരുന്നത്, ആവി എഞ്ചിൻ ട്രെയിനാണ് വരുന്നത്. അതുകൊണ്ടോ വണ്ടി മാറാൻ വേണ്ടി ട്രെയിൻ നിർത്തിയേക്കുക, ട്രാഫിക് കാരണം. ഇത് വേറെ എങ്ങും കാണാൻ പറ്റില്ലാത്ത കാഴ്ച. പണ്ട് ഇതേപോലെ തന്നെ കൽക്കട്ടയിലുണ്ടായിരുന്നു, ഡ്രാം എന്ന് പറഞ്ഞ് ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ നിർത്തി. അത് ഇതുപോലെ റോഡിൽ കൂടെ തന്നെയാണ് വരുന്നത്. ഇതേപോലെ പതുക്കെ വരുള്ളൂ. അതുകൂടെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. അത് പണ്ട് ഞാൻ 2017 പോയപ്പോൾ കണ്ടിട്ടുണ്ട്, ഇപ്പം ഇല്ലത്. അപ്പം നമ്മൾ തിരിച്ച് ഗും എത്തി. ഗും റെയിൽവേ സ്റ്റേഷനാണ് ഇത്. 1891 സ്റ്റാർട്ട് ചെയ്ത. ഇതൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സ്റ്റേഷനായിരിക്കും. അല്ല, ഈ റെയിൽവേ ലൈൻ തന്നെ അതല്ലോ. അതെ, ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇത്, ഗൂം റെയിൽവേ സ്റ്റേഷൻ. സമുദ്രനിരപ്പിൽ നിന്ന് 7407 അടി ഉയരത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. 7407 നമ്മുടെ ഒരു പഴയ കൂപ്പർ ജീപ്പിൻ്റെ നമ്പറായിരുന്നു, 7407 KRV.
ഇനി അടുത്ത ട്രെയിനും വരുന്നുണ്ട്. സ്കൂട്ടറുകാരനോട് സൈഡ് മാറ്റാനെന്ന് പറഞ്ഞ് വണ്ടിക്കാരൻ വേളം വെക്കുന്നുണ്ട്. സ്കൂട്ടറുകാരന് അനങ്ങുന്നില്ല. മുന്നേന്നാ വരുന്നേ. മുന്നേന്നാ വരുന്നത്. ഇപ്പൊ അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. നമ്മളിപ്പോൾ കണ്ട ട്രെയിന് ജൽപൈഗുരിയിൽ നിന്ന് വരുന്ന ജൽപൈഗുരി, സിലിഗുരി, ഡാർജിലിംഗ്. ഈ ട്രെയിൻ ഇനി രാവിലെ ഇവിടുന്ന് അങ്ങോട്ടും പോകും. അങ്ങനെ ഓരോ ട്രിപ്പ് അവിടെ വരെ ട്രെയിനുണ്ട്. അപ്പം ഒരു സൈഡ് പോകാൻ ഏകദേശം ഒരു 6 മണിക്കൂർ വേണ്ടി വരും. ഒരു 80 കിലോമീറ്റർ പോകാൻ 6 മണിക്കൂറോളം ടൈം എടുക്കും. മല കയറി വരുന്നതുകൊണ്ടാണ്. അങ്ങോട്ട് പിന്നെ ഇറക്കുമല്ലോ. നമ്മളിപ്പോഴേ റെയിൽവേ ലൈനിൽ കൂടെ പോകുന്നത് കണ്ടോ. വഴിക്ക് വീതിയില്ല, അതുകൊണ്ട് റെയിൽവേ പാളത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാക്കിൽ കൂടെ പോകുന്നല്ലേ. ആ, അപ്പോൾ അതെ, നമ്മുടെ വണ്ടി ഇവിടെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നേരായി പാവം തന്നെ. അതെ. അപ്പൊ ആദ്യം ആദ്യം കടുങ്കാപ്പി. അതെ, ചൂട് കടുങ്കാപ്പി. ആ, ഇത് പഠിപ്പിച്ചില്ലേ? ഇതിനെ ആ 8 സ്ക്രൂ ആ ഉള്ളത്. 16 സൈസാ. ആ ശരി, 8 സ്ക്രൂ 16 സൈസ് അല്ലേ? അഴിച്ചിട്ടിടുന്നതിന്റെ അവസ്ഥ ഏതാ? ഇപ്പൊ 2-3 പ്രാവശ്യം ഞങ്ങള് പിന്നെ തലങ്കം വിലങ്ങും വെച്ച് നോക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് ഫിറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അഴിച്ചിട്ട് പിന്നെ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുക, തിരിച്ചു വെച്ചേ. അങ്ങ് അകലെ കാണുന്ന ആ മലയിലാണ് ഡാർജിലിംഗ് ടൗൺ. മിന്നായം പോലെ തിളങ്ങുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ മല ഇറങ്ങി സിലിഗുരിയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്ത ഒരാള് ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ വന്നിരിപ്പുണ്ട്. ആ ആളെയും കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാൻ. 6 മണിക്ക് വന്ന് നമ്മളെ നോക്കി അവിടെ ഇരിക്കുന്നതാ. സമയം ഇപ്പൊ 8:30 ഇനി നമ്മൾ ഓടിച്ചെല്ലാം കുറെ നേരം എടുക്കൂലേ? നമ്മളൊരു 11 മണിയാകുമ്പോ ചെല്ലുമായിരിക്കും. 11-12 ആവും തോന്നുന്നു. അപ്പൊ ഇന്ന് നമുക്ക് നൈറ്റ് ഡ്രൈവ് ആണ്. നമ്മൾ ഇവിടെ ഡാർജിലിംഗിൽ നിന്നും മലകൾ ഇറങ്ങി സിലിഗുരിക്ക് പൊക്കോണ്ടിരിക്കുക. അപ്പം ഇന്ന് മഴയത്തോടുള്ള ഒരു നല്ല നൈറ്റ് ഡ്രൈവ് ഉണ്ടാവും. അത് ഫാമിലി വ്ളോഗിലായിരിക്കും. അപ്പൊ നമ്മുടെ സിക്കിം മേഘാലയ യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.